ഇതിപ്പോൾ കൂർക്കയുടെ സീസണല്ലേ, അപ്പോൾ ഇന്ന് കൂർക്ക കൊണ്ടൊരു മസാല കറി, അതും നാടൻ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള കൂർക്കയാണ്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ്. ഇങ്ങനെ കുതിർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തോല് എളുപ്പത്തിൽ നീക്കി കളയാൻ പറ്റും. സാധാരണ കൂർക്കയുടെ തോല് കളയാൻ പല എളുപ്പ വഴികളുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂർക്കുള്ളത് കാരണം കത്തിയോണ്ട് തന്നെയാണ് തോല് കളയുന്നത്. തോല് കളഞ്ഞ ഉടനെ തന്നെ കൂർക്ക വെള്ളത്തിലിട്ട് വെക്കുകയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറാൻ തുടങ്ങും. കൂർക്ക നന്നായി കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കുകയാണ്. കറി ഉണ്ടാക്കാനായത് കാരണം കുറച്ച് വലിയ സൈസിലാണ് ഞാൻ കൂർക്ക അരിയുന്നത്. എന്നിട്ട് ഇത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. കൂർക്കയിൽ നല്ല മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് കാരണം 2 or 3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണേ. ഇനി ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് കൂർക്ക ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 or 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. കൂർക്കയുടെ സീസൺ ആണെങ്കിൽ അത് ചട്ടിയിൽ വെച്ചാലും വെന്ത് കിട്ടും. ഞാനിപ്പോൾ കുക്കർ ഉപയോഗിച്ചേ ഉള്ളൂ കേട്ടോ. ഇനി ഈ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കളറ് മാറുന്നോടെ വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന നാളികേരം, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി നമ്മൾ ഇനി തനിയെ കൂട്ടാനിൽ ചേർക്കുന്നില്ല, ഈ ഒരു അരപ്പിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കളറ് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ചേർക്കുക. നിറയെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കുറച്ചധികം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതേ ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും മിക്സിയുടെ ജാർ കഴുകിയ ആ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കൂർക്ക വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കുറവായി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഈ കൂട്ടാൻ ഇതുപോലെ തിള വരുന്ന സമയത്ത് ഒരു പാത്രത്തെ അടച്ചിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം ആ ഒരു സമയമായപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ ദാ കൂട്ടാൻ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ അരച്ചിരിക്കുന്ന അരപ്പിൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ടില്ലേ, അതാണ് ഈ തിക്നെസ് കിട്ടാനുള്ള കാരണം. പിന്നെ തേങ്ങയും പൊടികളൊക്കെ നമ്മൾ വറുത്തിട്ടല്ലേ ചേർത്തിരിക്കുന്നത്, അത് ഈ കറിക്കൊരു നാടൻ സ്വാദ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, കൂർക്കയ്ക്ക് തന്നെ തനിയൊരു മണമുണ്ട് അല്ലേ. അത് ഈ അരപ്പിൻ്റെ കൂടെയൊക്കെ കടന്നിങ്ങനെ 8 മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. ഞാനിതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നാടൻ കറി ആയത് കാരണം മല്ലിയില ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ലാസ്റ്റ് ചേർക്കുന്ന ആ ഒരു താളിപ്പ് അത് നിർബന്ധമാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുത്ത് അത് ഈ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.